വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് മീര. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് HSA ഇംഗ്ലീഷ് 2.0 എന്ന കോഴ്സിൻ്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജൂൺ 20-നാണ് HSA ഇംഗ്ലീഷിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലോട്ട് എത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 300ഓളം ടോപ്പ് റാങ്ക്സ് ആണ് എൻട്രി ആപ്പിന് HSA ഇംഗ്ലീഷ് കോഴ്സിൽ നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ HSA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ മറ്റൊരു പേര് നിങ്ങളുടെ മനസ്സിലോട്ട് വരണമെന്നില്ല. എൻട്രി ആപ്പ് സജ്ജമാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 6ഓളം പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ ഗ്രാമർ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രഗത്ഭനായ അധ്യാപകൻ. ഗ്രാമർ എന്ന് പറയുമ്പോൾ ഗ്രാമറിൻ്റെ പര്യായമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രഞ്ജിത്ത് സാറാണ്. കൂടാതെ മറ്റ് ടോപ്പിക്സ് എല്ലാം സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധ്യാപകൻ എന്ന സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എൻട്രി ആപ്പ് ഫുൾ സജ്ജമാണ്. ഈ അഡ്വാൻസ്ഡ് കോഴ്സിൽ നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇതൊരു ക്യുസിൽ ബോക്സ് എന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യുസിൽ ബോക്സിലൂടെ HSA ഇംഗ്ലീഷിന് യൂസ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യുസിൽ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്യാം. HSA ഇംഗ്ലീഷ് 2.0 ക്യുസിൽ ബോക്സ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലിറ്റററി ക്രിറ്റിസിസം എന്ന ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. രസ എന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യമാണ്. വിച്ച് രസ വാസ് നോട്ട് എൻലിസ്റ്റഡ് ബൈ ഭരതമുനി? ഭരതമുനി എൻലിസ്റ്റ് ചെയ്യാതിരുന്ന രസ ഏതാണ്? പൊതുവേ നമ്മൾ രസ എന്ന് പറയുമ്പോൾ നവരസമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? നവരസങ്ങളാണ് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഉദയനാണ് താരത്തിലെ ജഗതി ശ്രീകുമാറിൻ്റെ ആ ഒരു ഭാവം, നവരസങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിച്ച് രസ വാസ് നോട്ട് എൻലിസ്റ്റഡ് ബൈ ഭരതമുനി. ഭരതമുനി എൻലിസ്റ്റ് ചെയ്യാത്ത രസ ഏതാണ് എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ എല്ലാവരും ചോദിക്കും അതേതാണ്? ആ ഒരു കൺഫ്യൂഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ശൃംഗാരരസയാണ് ഇവിടെ കാണുന്നത്. ശാന്തരസ, അതുപോലെ അദ്ഭുത, വീര, 4 രസങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഭരതമുനി എൻലിസ്റ്റ് ചെയ്യാത്ത രസ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ശാന്തരസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 8 രസങ്ങളെക്കുറിച്ച് മാത്രമാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ രസം, അതായത് ശാന്തരസയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് മറ്റു തിയറിസ്റ്റുകളാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ശാന്തരസയാണ്. ശാന്തരസ. അപ്പോൾ ശാന്തരസയുടെ ഒരു പിക്ചറാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നവരസങ്ങളെക്കുറിച്ചാണ് നമ്മൾക്ക് പൊതുവേ അറിയാവുന്നത്, അല്ലേ? അപ്പോൾ അതിൽ 8 എണ്ണം മാത്രമാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ രസമായിട്ടുള്ള നമ്മളുടെ ശാന്തരസയെക്കുറിച്ച് മറ്റു തിയറിസ്റ്റുകളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 9 രസങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമ്മൾക്കിവിടെ ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കാം. അതായത് ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ഭീബൽസ്, അദ്ഭുത, ശാന്ത എന്ന രീതിയിൽ വേണം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ഓർത്തെടുക്കേണ്ടത്? നവരസങ്ങളെ ഓർത്തെടുക്കേണ്ടത്. അപ്പോൾ രസ എന്ന ക്രിറ്റിസിസത്തിലെ ടോപ്പിക്ക് ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ശാന്തരസ ഭരതമുനി എൻലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും മറക്കില്ല. അടുത്ത ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലൂസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാരാണ്, ഈ ലിറ്റററി ഫിഗർ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ. ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഫാക്ട്സ് കൂടി പഠിച്ചു പോവുകയാണ്. ഒരു റിവേഴ്സ് മെത്തേഡാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു 2009 ടൈംസ് കോൾഡ് ഹെർ ദി മദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി. മദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി എന്ന് ടൈംസ് ഈ ഒരു ലിറ്റററി ഫിഗറിനെ വിശേഷിപ്പിച്ചു. She was nominated for Nobel Prize in 1984. 1984 നോബൽ പ്രൈസിന് ഈ ഒരു ലിറ്റററി ഫിഗർ നോമിനേറ്റഡ് ആയിരുന്നു. ആൻഡ് ഷീ ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഏഷ്യ in the Norton Anthology of Literature by the women of
ബൈ വുമൻ ഓഫ് സൂസൻ ഗബാർ ആൻഡ് സാൻഡ്ര ഗിൽബർട്ട്. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ലിറ്റററി ഫിഗർ ആയിരുന്നു സൂസൻ ഗബാറിൻ്റെയും സാൻഡ്ര ഗിൽബർട്ടിൻ്റെയും നോർട്ടൺ ആന്തോളജി ഓഫ് ലിറ്ററേച്ചർ ബൈ വുമനിൽ ഏഷ്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ ആയിരുന്നു ഈ പറയുന്ന വ്യക്തി. ആരാണ് ഈ ഒരു ലിറ്റററി ഫിഗർ എന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൂ കൂടി തരാം. ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ്? നമ്മളുടെ സ്വന്തം മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 3 ഫാക്ട്സ് ആണ് കമലാദാസിനെ ബേസ് ചെയ്ത് പഠിച്ചതല്ലേ? എന്തൊക്കെയാണ് ആ 3 ഫാക്ട്സ്? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. 2009 ടൈംസ് മദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി എന്ന് വിശേഷിപ്പിച്ചു. 1984 നൊബേൽ പ്രൈസിന് നോമിനേറ്റഡ് ആയിട്ടുള്ള ലിറ്റററി ഫിഗർ. And she is the representative from Asia in the Northern Anthology of Literature by women of Susan Gabar and Sandra Gilbert. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് വിശ്വാസം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. അടുത്തതും ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ തന്നെയാണ്. ഇവിടെ ടൂംസ്റ്റോൺ കോൾഡ് ബാക്ക്, ടൂംസ്റ്റോണിൽ കോൾഡ് ബാക്ക് എന്ന് എൻഗ്രേവ് ചെയ്തിട്ടുള്ളത് ആരുടെ ടൂംസ്റ്റോണിലാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. 1880 ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഹൈ കോൺവേയുടെ നോവലിൻ്റെ പേരാണ് ഈ ഒരു ലിറ്റററി ഫിഗർ അവരുടെ ടൂം സ്റ്റോണിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ളത്. അത് അവർ എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു, അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു വർക്കായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അവർ പറയുകയാണ് ദി ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദി സ്കൈ എന്ന് പറയുന്നു. ദി ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദി സ്കൈ എന്നാണ് അവർ പറയുന്നത്. കൂടാതെ എമിലി ബ്രോണ്ടിയുടെ നോ കവേർഡ് സോൾ ഈസ് മൈൻ, നോ കവേർഡ് സോൾ ഈസ് മൈൻ എന്ന വർക്ക് ദിസ് പോയറ്റ്സ് ഫേവറേറ്റ് പോമാണ്. ഈ ഒരു പോയറ്റിൻ്റെ ഫേവറേറ്റ് പോം കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇൻ വൺ ഓഫ് ഹർ പോംസ്, ഈ ഒരു പോം നമ്മൾക്ക് പഠിക്കാനുമുണ്ട്. ഡെത്ത് ഈസ് എ ജെന്റിൽമാൻ ഹു റൈഡ്സ് ഹോഴ്സ് ക്യാരിയേജ്. ഒരു ഹോഴ്സ് ക്യാരിയേജ് റൈഡ് ചെയ്ത് വരുന്നൊരു ജെന്റിൽമാൻ ആണ് മരണമെന്ന് വിശേഷിപ്പിക്കുന്ന കവയത്രി ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യം. കോൾഡ് ബാക്ക് എന്ന് സ്വന്തം ടൂം സ്റ്റോണിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നു. ദി ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദി സ്കൈ എന്ന് വിശേഷിപ്പിച്ച് കവയത്രി. അതുപോലെ തന്നെ എമിലി ബ്രോണ്ടിയുടെ നോ കവേർഡ് സോൾ ഈസ് മൈൻ അവരുടെ ഫേവറേറ്റ് വർക്ക് ആയിരുന്നു. ഡെത്തിനെ ഒരു ജെന്റിൽമാൻ ആയിട്ട് ഹോഴ്സ് ക്യാരിയേജിൽ റൈഡ് ചെയ്ത് വരുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള പോയറ്റ് ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ആരാണത്? നിങ്ങൾക്കിവിടെ ആ ഒരു ടൂം സ്റ്റോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ടൂം സ്റ്റോണിൻ്റെ മേലിൽ എമിലി ഡിക്കിൻസൺ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കോൾഡ് ബാക്ക് എന്ന് എഴുതിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എമിലി ഡിക്കിൻസൺ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ടൂം സ്റ്റോണിൽ കോൾഡ് ബാക്ക് എന്ന് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം വളരെ പ്രശസ്തമായിട്ടുള്ള അച്ചുവിൻ്റെ അമ്മ എന്ന ഫിലിമിലെ ഒരു സീനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിലിമിൽ കടുകുവറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ മീര ജാസ്മിൻ പറയുന്നുണ്ട് സിൽവിയ പ്ലാത്തിനെ പോലെ ബർണറിലോട്ട് പുട്ട് മൈ ഹെഡ് ഇൻ ടു ദി ബർണർ എന്ന രീതിയിലൊരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണ്. നമ്മുടെ HSA ഇംഗ്ലീഷ് സിലബസിൽ ഒരു വർക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ എന്നാണ് ഇവിടെയും വന്നിട്ടുള്ള ചോദ്യം. ഷീ എൻറ്റഡ് ഹെർ ലൈഫ് ബൈ പുട്ടിങ് ഹെർ ഹെഡ് ഇൻ ടു ദി അവൻ. അപ്പോൾ 1963 ഒരു ബർണറിൽ അല്ലെങ്കിൽ അവനിൽ തലയിട്ടുകൊണ്ടാണ് ഇവർ ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. ഈ പോയിറ്റ് സൂയിസൈഡ് ചെയ്യുന്നു. ദി ഓൺലി നോവൽ റിട്ടൺ ബൈ ദിസ് ഓഥർ എന്ന് പറയുന്നത് ബെൽ ജാർ ആണ്. ഈ ഒരു ഓഥർ എഴുതിയിട്ടുള്ള ഈ ഒരു ലിറ്റററി ഫിഗർ എഴുതിയിട്ടുള്ള ഒരേ ഒരു നോവൽ ഏതാണ്? ബെൽ ജാർ ആണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇവരുടെ ഈ ബെൽ ജാർ എന്ന വർക്ക് ഒരു സ്യൂഡോണിം ആയിട്ടാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. വിക്ടോറിയ ലൂക്കാസ് എന്ന പേരിലാണ് അവർ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തത്. വിക്ടോറിയ ലൂക്കാസ് ആൻഡ് ഷീ മാരീഡ് ദി പോയറ്റ്
ടെഡ് ഹ്യൂഗ്സിനെയാണ് 1956 ഇവർ മാരി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പിക്ചർ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. കൂടാതെ ഞാൻ പറഞ്ഞു സിൽവിയ പ്ലാത്തിനെ ബേസ് ചെയ്തൊരു ഡയലോഗാണ് മീര ജാസ്മിൻ നമ്മളുടെ അച്ചുവിൻ്റെ അമ്മ എന്ന ഫിലിമിൽ ആ ഒരു സീനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഡയലോഗാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? സിൽവിയ പ്ലാത്ത് ആണ്. അപ്പോൾ സിൽവിയ പ്ലാത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഓവനിൽ തലയിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അവരങ്ങനെ മരിച്ചു. അടുത്തതായിട്ട് ഐസ്ബർഗ് തിയറി ഓഫ് ഒമിഷൻ ആണ് നിങ്ങൾക്ക് ഒരു ചോദ്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഐസ്ബർഗ് തിയറി ഓഫ് ഒമിഷൻ, അപ്പോൾ നമുക്ക് ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ആഴത്തിൽ സർഫേസ് ലെവലായിട്ട് നമ്മൾ കാണുന്നതല്ല, ആഴത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഐസ്ബർഗ് തിയറി ഓഫ് ഒമിഷൻ. ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വർക്ക് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഐഡൻറ്റിഫൈ ദി ലിറ്റററി ഫിഗർ അസോസിയേറ്റഡ് വിത്ത് ഐസ്ബർഗ് തിയറി ഓഫ് ഒമിഷൻ. ഈ ഐസ്ബർഗ് തിയറി ഓഫ് ഒമിഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിറ്റററി ഫിഗർ ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യം. കൂടാതെ അദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാറിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഒരു ആംബുലൻസ് ഡ്രൈവറായി സേവനമനുഷ്ഠിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിൽ സേവനമനുഷ്ഠിച്ചു. കൂടാതെ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1954 ലഭിച്ചു. 1954 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്കിവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണാം. ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ്, ഒരു മനുഷ്യനെ തകർക്കാൻ സാധിക്കും, പക്ഷേ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന രീതിയിൽ ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ വ്യക്തി ആരാണ്? നമ്മളുടെ ഏർണസ്റ്റ് ഹെമ്മിങ്വേ ആണ്. ഏർണസ്റ്റ് ഹെമ്മിങ്വേ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏർണസ്റ്റ് ഹെമ്മിങ്വേ, അദ്ദേഹത്തിൻ്റെ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന വർക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന വർക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിനെ ബേസ് ചെയ്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ സെറ്റാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് HSA ഇംഗ്ലീഷ് ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഡെയിലി ലൈഫുമായിട്ടും നമ്മൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സെഷൻ നമ്മൾക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.